ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. നന്നായി കണക്റ്റായി പോയി. അവർക്ക് അങ്ങനെ തന്നെ വരണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നവർക്ക് പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചത്. നേരത്തെ തന്റെ ഒരു വാദത്തിനും ന്യായമില്ല. ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണിച്ചത്. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് നീക്കം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഏതായാലും മേൽക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് ഷിംജിതയുടെ അഭിഭാഷകൻ പറയുന്നത്. നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കാരണം പാലപ്പവും നെയ്യപ്പവും ഒരു ചട്ടിയിൽ വേവില്ലല്ലോ. തന്നെ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഫയൽ ചെയ്യുമെന്നുകൂടെ പറയുന്നുണ്ട്. നീയാണല്ലോ കോടതി, ഓടാമയില് കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടായിരുന്നു അന്വേഷണ സംഘം, മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നപ്പോൾ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ. വാദം ഉണ്ടായ സമയത്ത് പ്രതിഭാഗം അതിനെ കൃത്യമായി എതിർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിലെ ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു ജാമ്യാപേക്ഷ തള്ളുന്നതിനുള്ള കാര്യം. ഇതൊക്കെ വല്ല കേസാണ് സാറേ? സാർ, ഇതൊന്നും കേസല്ല നാജുമണി പറയുന്നത്. അതായത് പ്രതി പുറത്തിറങ്ങുകയാണെങ്കിൽ, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ചേട്ടൻ ഇനി സാക്ഷി പറയാനൊന്നും പോണ്ട, പോലീസുകാരെ വിളിച്ചാൽ ഇത് കാണിച്ചാൽ മതി, ബാക്കി കാര്യം അവർ നോക്കിയോളൂ. അതോടൊപ്പം തന്നെ നിലവിൽ എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ നശിപ്പിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം കൊടുക്കരുത് എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. സുശീല, വണ്ടി എടുക്കടാ.